കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. സങ്കീർത്തകൻ ഇങ്ങനെയാണല്ലോ വിലപിച്ചത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, നിന്റെ സാന്നിധ്യത്തിൽ ഇതേ ഭാരം പേറുന്ന അനേകായിരങ്ങളുണ്ട്. ഇതേ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കള് ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭാരം ഉള്ളിലുള്ളവര്, പങ്കുവെക്കാൻ പറ്റാത്തത്ര മാത്രം സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവര്, ഒത്തിരിയേറെ മൗന നൊമ്പരങ്ങളും ദുഃഖങ്ങളുമായി കഴിയുന്നവര്, ഈശോയെ നീ കടന്നുപോയതുപോലെ തിരസ്കരണങ്ങളുടെയും അവഗണനയുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന മക്കൾ. വചനത്തിൽ പറഞ്ഞില്ലേ, അടിയേൽക്കാത്തൊരിടവില്ലെന്ന്. ഈശോയെ, എല്ലാ വശത്തു നിന്നും ഈ മക്കൾ അടി സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും, എല്ലാവരിൽ നിന്നും, വേണ്ടപ്പെട്ടവരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, സ്നേഹിച്ചവരിൽ നിന്നും, സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ടതിന്റെ ഒക്കെ ഭാരമുള്ളവർ ഇതിനകത്തുണ്ട്. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുള്ളിൽ പരാതികളൊന്നുമില്ല, പരിഭവങ്ങളൊന്നുമില്ല. കാരണം നീ നിന്റെ സഹനത്തിന്റെ വേളയിൽ, നീ നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെയല്ലേ ഈശോ നീ സഹിച്ചത്. ഒരു പരാതിയില്ലല്ലോ, ഒരു പരിഭവമില്ലല്ലോ. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ലാതെ നിന്റെ സങ്കടങ്ങളെല്ലാം നീ സഹിച്ചില്ലേ? ആ സഹനമുള്ളിലൊതുക്കി ഗത്സമൻ മുതൽ കാൽവരിയോളം ഈശോയെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നീ നടന്നു നീങ്ങിയില്ലേ? ഈശോയെ, പരാതി പറയാതെ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഒത്തിരി പരിഭവം പറയാതെ, ദൈവമേ, ഞങ്ങളെക്കാളും ഉപരി സഹിച്ച കർത്താവിനെ നിന്റെ കൺമുമ്പിൽ, എന്റെ കൺമുമ്പിൽ ഉണ്ടെന്ന് കണ്ടിട്ട് ആ സഹനത്തിലേക്ക് ദൈവമേ ഞങ്ങളുടെ വേദനകളെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ, ഞാനിപ്പോൾ സഹിക്കുന്ന, ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനയ്ക്കും 100 ഇരട്ടി 10,000 ഇരട്ടി വേദനയിലൂടെ ശരീരത്തിലും മനസ്സിലും കടന്നുപോയ കർത്താവ് ഇതാ ഈ അൽത്താരയിലുണ്ട്. എന്തിനു നീ സഹിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ നിനക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. നീ എന്തിനിതുപോലെ സഹിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ മോനെ, മോളെ, നിനക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ എങ്ങനെ സഹിക്കണമെന്നുള്ള നിന്റെ ആഴമേറിയ ചോദ്യത്തിന് ഇതാ ഉത്തരം ഈ അൽത്താരയിലുണ്ട്, ഈ കുരിശിലുണ്ട്. എങ്ങനെയാ സഹിക്കേണ്ടതെന്ന്, എന്തിനാ സഹിക്കേണ്ടതെന്ന് അറിയില്ല. എന്തുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് കർത്താവ് പോലും ചോദിച്ചില്ലേ? അതുകൊണ്ട് എന്തിനാ ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടത്? എന്തിനാ ഞാൻ ഇതൊക്കെ എടുക്കേണ്ടത്? എന്തിനാ ഇതുപോലെ തീവ്രമായ ദുഃഖത്തിന്റെയും സഹനത്തിന്റെയും നാളുകളിലൂടെ, രാത്രിയുടെ യാമങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: മോളെ, മോനെ, എങ്ങനെ സഹിക്കണം. എന്തിന് സഹിക്കണമെന്നല്ല, എങ്ങനെ സഹിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിലേക്ക് നോക്കാം. നിന്റെ സഹനങ്ങളിൽ, ആ സഹനങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്ന് ഈശോ നിന്നോട് പറയും. അതുപോലെ സഹനത്തിന്റെ പാഠം ഈശോ നമ്മളെ പഠിപ്പിച്ചില്ലേ? സഹിക്കാൻ ഇതുപോലെ വേറെ ആരാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ദൈവമേ, നിന്റെ സഹനങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ സഹനങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ
കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. മക്കളെ, കരങ്ങൾ മാറോട് തന്നെ ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും ഈശോയുടെ അടുത്ത് പറഞ്ഞേ. ഒത്തിരി സങ്കടങ്ങളില്ലേ നിനക്ക് പറയാൻ? ഒരു അവഗണനയുടെ മുറിവ് നിന്റെ ഉള്ളിലില്ലേ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കാനില്ല, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊന്നും എന്നെ വേണ്ട, എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ പോലും എനിക്ക് വിലയില്ലാത്തവനായി, വിലയില്ലാത്തവളായി, ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മമായല്ലോ എൻ്റേത്. ഇതൊക്കെ അവഗണനയുടെ വേദന ഉള്ളിൽ വരുമ്പോൾ പറയുന്ന, നിന്ദിക്കപ്പെട്ടതിൻ്റെ വേദന ഉള്ളിലില്ലേ? പലരുടെയും മുമ്പിൽ വെച്ച് നീ കളിയാക്കപ്പെട്ടിട്ടില്ലേ? നിന്റെ കുറവിൻ്റെ പേരിൽ, നിന്റെ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, നിന്റെ പട്ടിണിയുടെ പേരിലൊക്കെ കളിയാക്കലുകളുടെ നിന്ദനങ്ങളുടെ നടുവിലൂടെ മോനെ കടന്നുപോയിട്ടില്ലേ? ഒറ്റപ്പെട്ടുപോയ ജീവിതത്തിന്റെ നിമിഷങ്ങളില്ലേ? ആരുമില്ല എന്നുള്ള ഒരു തോന്നല് നിന്റെ മനസ്സിൽ വന്നിട്ടില്ലേ? ആഴമേറിയ സഹനങ്ങള് ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ദൈവമേ ഇതുപോലെ സഹനങ്ങള് എൻ്റെ ജീവിതത്തിൽ നീ തരുന്നതെന്ന് എത്ര വട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കൈവയ്ക്കുന്നതൊക്കെ നഷ്ടമാണല്ലോ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നല്ലോ, എവിടെ ചെന്ന് തൊട്ടാലത് പരാജയത്തിലാണല്ലോ അവസാനിക്കുന്നത്. പട്ടിണിയും ദാരിദ്ര്യവുമായി എത്രയോ നാളായി, ഒരു ജോലിയില്ലാത്തതിന്റെ വേദന ഉള്ളിലില്ലേ? മുട്ടാവുന്ന വാതിലുകളെല്ലാം നീ മുട്ടിയില്ലേ? വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിന്റെ ഭാരം നിന്റെ ഉള്ളിലില്ലേ? നിന്റെ സമപ്രായക്കാരൊക്കെ ജീവിതത്തിൽ സെറ്റിലായി കിടക്കുന്ന കാണുമ്പോ നിന്റെ മനസ്സ് നീറുന്നില്ലേ? പുറമെ പറയുന്നില്ലെങ്കിലും നിന്റെ ഉള്ള് നീറുന്നില്ലേ? വേദനിക്കുന്നില്ലേ? ഒരു കുഞ്ഞില്ലാത്തതിന്റെ ഭാരം നീ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ നിനക്കുമില്ലേ മോനെ ആഗ്രഹമൊക്കെ? നിന്റെ എല്ലാ വേദനകളും, നിന്റെ എല്ലാ സങ്കടങ്ങളും ഈശോയുടെ പറ. ഈ സഹനങ്ങളെ ഒരുപക്ഷെ എടുത്ത് മാറ്റപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല മക്കളെ. നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങള് തീരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ സഹനങ്ങളും കർത്താവിനോട് ചേർന്ന് കടന്നു പോകാൻ, അതിജീവിക്കാൻ നിന്റെ ദൈവം നിന്നെ സഹായിക്കും. ഗത്സമൻ സഹനത്തിന്റെ തീവ്ര ദുഃഖത്തിലും കാൽവരി കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ചപ്പോഴും ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചപ്പോഴും സകലരാലും പരിത്യക്തനായി നിന്ദിക്കപ്പെട്ടവനായി കടന്നുപോയപ്പോഴും യേശു തനിക്കായി പിതാവ് തന്ന പാനപാത്രം കുടിക്കേണ്ടതല്ലേ? അപ്പാ, ഇത് നിന്റെ ഇഷ്ടമാണ്, അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മട്ടും സഹനത്തിന്റെ ഊറ്റിക്കുടിച്ചവനാണ് ഇതായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. നിന്റെയും സഹനത്തിന്റെ തീവ്രതയിൽ മോനെ വേറെങ്ങും നോക്കരുത്. നിന്റെ കണ്ണ് പതറിപ്പോകരുത്. കർത്താവിങ്കിലേക്ക് മാത്രമേ നോക്കാവൂ, അവന്റെ കുരിശിലേക്ക് മാത്രമേ നോക്കാവൂ. അവിടെ അതിനുത്തരവുള്ളൂ. അവിടെ എങ്ങനെ സഹിക്കണമെന്ന് ഈശോ പറഞ്ഞു തരും. നിന്റെ സ്വകാര്യ വേദനകളെല്ലാം ഈശോയുടെ അടുത്ത് പറ. നീ കടന്നു പോകുന്ന നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഭാരമൊക്കെ ഈശോയുടെ അടുത്ത് പറ. നിന്റെ കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും വിഷയങ്ങളൊക്കെ ഈശോയുടെ അടുത്ത് പറഞ്ഞോ, ഉള്ളുകൊണ്ട് പറഞ്ഞോ. ഒരു കൂട്ടുകാരനോട് ചാരിയിരുന്ന് നിന്റെ വേദനകൾ നീ പറയുന്നത് പോലെ, പങ്കുവെക്കുന്നത് പോലെ, സ്വന്തം അപ്പന്റെയോ അമ്മയുടെയോ മടിയിൽ നീ തല ചായ്ച്ച് കിടന്നിട്ട്
ആ ദിവസത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് പോലെ പറ, ഈശോയുടെ അടുത്ത് പറ. ഈശോ ഉണ്ടല്ലോ നിന്റെ കൂടെ. ഈശോ മാത്രമല്ലേ നിനക്കുള്ളൂ. ഈശോയെ, കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് ഉള്ളുകൊണ്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ആരാധന, യേശുവേ, യേശുവേ.